Okay, today we have the topic sets in the complex plane. ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ വരുന്ന സെറ്റ് ഏത് രൂപത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കോംപ്ലക്സ് അനാലിസിസ് സ്റ്റഡി ചെയ്യുന്ന ഇതിൽ ഈ ചാപ്റ്ററിൽ കണ്ടെയ്ൻ ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൊമൈൻ, അതുപോലെ നെയ്ബർഹുഡ്, ഫങ്ഷൻസ്, ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഡൊമൈൻ എന്താണെന്നും നെയ്ബർഹുഡ്, ഫങ്ഷൻസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. ബാക്കി നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിൻ്റെ നെയിമാണ് സെറ്റ്സ് ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ. ഫസ്റ്റ് വൺ ആണ് സർക്കിൾ. മോഡ് z equal to 1 is the equation of a unit circle with the center 0 and radius 1 and it passes through the complex number z equal to 1. ഓക്കെ, അപ്പോൾ മോഡ് z equal to 1, മോഡ് z എന്ന് പറഞ്ഞതാണ് അതിൻ്റെ മോഡുലസ് വാല്യൂ ആണ് അല്ലേ, അബ്സൊല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മോഡുലസ് വാല്യൂ. അത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് നമ്മളുടെ മോഡ് z. ദാറ്റ് ഈസ് നമ്മളുടെ എന്താണ്, ആറാണെന്ത് മോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ. സോ മോഡ് സെറ്റ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ്. അതിന് സെൻറ്റർ 0യും റേഡിയസ് 1ഉം വരും. സോ ആ സർക്കിൾ എന്താണ്, കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു 1 എന്ന പോയിന്റിലുള്ളത് പാസ് ചെയ്യും. ഓക്കെ, ദെൻ ഇതാണ് സെൻറ്റർ 0യും റേഡിയസ് 1 ആവുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ, മോഡ് z ഈക്വൽ ടു 1. ദെൻ ഒരു ജനറൽ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്, a general circle of radius rho and center a is given by mod z minus a equal to rho. അപ്പോൾ റേഡിയസ് റോയും സെൻറ്റർ എയും ആയിട്ട് വരുന്ന ഒരു ജനറൽ സർക്കിളിൻ്റെ ഇക്വേഷൻ ഇൻ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മോഡ് z മൈനസ് എ ഈക്വൽ ടു റോ ആണ്. അതിൻ്റെ പിക്ചറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അതായത് z നോട്ട് സെൻറ്റർ ആയിട്ട് വരുന്ന ഒരു സർക്കിൾ വിത്ത് റേഡിയസ് റോ ആകുമ്പോൾ z മൈനസ് z നോട്ട്, മോഡ് z മൈനസ് z നോട്ട് ഈക്വൽ ടു റോ. ഓക്കെ, അതായത് നമ്മൾ ഈ സർക്കിളിൽ ഒരു പോയിന്റാണ് നമ്മൾ z എടുക്കുന്നത്. അപ്പോൾ ഈ z നിന്ന് z നോട്ടിലേക്കുള്ള ദൂരം, അതാണ് നമ്മളുടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് മോഡ് z മൈനസ് z നോട്ട് ഈക്വൽ ടു റോ. ഇവിടെ നമ്മൾ റേഡിയസ് എ ആകുമ്പോൾ, റേഡിയസ് റോയും സെൻറ്റർ എ ആകുമ്പോൾ മോഡ് z മൈനസ് എ ഈക്വൽ ടു റോ വരും. ഓക്കെ, ദെൻ മോഡ് z മൈനസ് എ ലെസ് ദാൻ റോ. മോഡ് z മൈനസ് എ ലെസ് ദാൻ റോ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആ സർക്കിളിൻ്റെ ഇൻറ്റീരിയർ പാർട്ടാണ്. ദാറ്റ് ഈസ് ദ ഇൻറ്റീരിയർ ഓർ കാൾഡ് ആൻ ഓപ്പൺ സർക്കുലർ ഡിസ്ക് നമുക്ക് വിളിക്കാൻ പറ്റും. ദെൻ മോഡ് z മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് ഇൻറ്റീരിയർ പ്ലസ് ആ സർക്കിൾ ഇറ്റ് സെൽഫ്, അതിനെ വിളിക്കുന്നവരാണ് ക്ലോസ്ഡ് സർക്കുലർ ഡിസ്ക് നമ്മൾ വിളിക്കും. ഓക്കെ, മോഡ് z മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞാൽ വിച്ച് ഈസ് ആൻ ഇക്വേഷൻ ഓഫ് എ ക്ലോസ്ഡ് സർക്കുലർ ഡിസ്ക് ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ. ആൻഡ് മോഡ് z മൈനസ് എ ഗ്രേറ്റർ ദാൻ റോ എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയസ് റോയും സെൻറ്റർ എ ആയിട്ട് വരുന്ന ഒരു സർക്കിളിൻ്റെ എക്സ്റ്റീരിയർ ഭാഗമാണ് മോഡ് z മൈനസ് എ ഗ്രേറ്റർ ദാൻ റോ എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് നെയ്ബർഹുഡ്? What is neighborhood? The set of all complex numbers lying inside but not on the circle having center at z0 and a specified positive radius epsilon is called the epsilon neighborhood of z0. അപ്പോൾ എന്താണ് എപ്സിലോൺ നെയ്ബർഹുഡ്? ഒരു പോയിന്റ് z0 നമ്മൾ ആ സർക്കിളിൽ എടുത്തു. ആ സർക്കിളിൻ്റെ എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റ് ദി പോയിന്റ് z0 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പറഞ്ഞാൽ എന്താണ്, ആ സർക്കിളിൻ്റെ ഇൻറ്റീരിയർ പോയിന്റ്സ് എല്ലാം, ആ സർക്കിളിലെ പോയിന്റ്സ് ഉണ്ടാകാൻ പാടില്ല, ഇൻറ്റീരിയർ പോയിന്റ്സുകളാണ് ഉൾപ്പെടുക. ആ ഇൻറ്റീരിയർ പോയിന്റ് എന്തായിരിക്കണം, എപ്സിലോൺ ഡിസ്റ്റൻസ് വരുന്ന ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടും വേണം. ഓക്കെ, ദാറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പർ ലൈസ് ഇൻസൈഡ് ബട്ട് നോട്ട് ഓൺ ദി സർക്കിൾ. അതിൻ്റെ ഉള്ളിലുള്ള പോയിന്റാണ് ഇൻറ്റീരിയർ പോയിന്റ് ആണ്. സെൻറ്റർ അറ്റ് z0 ആൻഡ് സ്പെസിഫൈഡ് റേഡിയസ് എപ്സിലോൺ. അപ്പോൾ എപ്സിലോൺ റേഡിയസ് വരുന്ന ഒരു സെൻറ്ററിൻ്റെ ഇൻറ്റീരിയർ പോയിന്റ്സുകളുടെ കളക്ഷൻ വിളിക്കുന്ന പേരാണ് എന്ത്, എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് ദാറ്റ് z0 അതിൻ്റെ സെൻറ്റർ ആണ്. ഓക്കെ, ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് z0 ഈസ് എ സെറ്റ് ഓഫ് ഓൾ പോയിന്റ് z സച്ച് ദാറ്റ് മോഡ് z മൈനസ് z0 ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ, നമ്മൾ പറഞ്ഞു സെൻറ്റർ z0ഉം റേഡിയസ് റോ ആയിട്ട് വരുന്ന ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ, ഇൻറ്റീരിയർ പാർട്ടിൻ്റെ ഇക്വേഷൻ ആണ് എന്ത്, മോഡ് z മൈനസ് z0 ലെസ് ദാൻ റോ എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ എപ്സിലോൺ ആണ് റേഡിയസ്, സെൻറ്റർ z0 ആകുമ്പോൾ മോഡ് z മൈനസ് z0 ലെസ് ദാൻ എപ്സിലോൺ, അതിനെ വിളിക്കുന്നവരാണ് എന്ത്, സെറ്റ് ഓഫ് ഓൾ എന്താണ്, എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് ദാറ്റ് z0ൻ്റെ എപ്സിലോൺ നെയ്ബർഹുഡ് ആണ്, അതൊരു സെറ്റാണ് കിട്ടുക. ഓക്കെ, ദെൻ ദ ഡിലീറ്റഡ് നെയ്ബർഹുഡ്. എന്താണ് ഡിലീറ്റഡ് നെയ്ബർഹുഡ് പറഞ്ഞാൽ, ദ ഡിലീറ്റഡ് നെയ്ബർഹുഡ് 0 ലെസ് ദാൻ മോഡ് z മൈനസ് z0 ലെസ് ദാൻ എപ്സിലോൺ കൺസിസ്റ്റ് ഓഫ് ഓൾ പോയിന്റ് z ഇൻ ദി എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് z0 എക്സെപ്റ്റ് ഫോർ ദ പോയിന്റ് z0 ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് z0 നിന്ന് ആ z0 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ഒഴിവാക്കിയാൽ കിട്ടുന്ന ആ ബാക്കി സെറ്റ് നമ്മൾ വിളിക്കുന്നവരാണ് എന്ത്, ഡിലീറ്റഡ് നെയ്ബർഹുഡ്. ഓക്കെ, ദെൻ ഓപ്പൺ ആനുലസ്, ക്ലോസ്ഡ് ആനുലസ്, ഇങ്ങനെ കുറച്ച് ബേസിക് സംഭവങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റോ 1 ലെസ് ദാൻ മോഡ് z മൈനസ് എ ലെസ് ദാൻ റോ 2. ഇതെന്താണ്, റോ 1 റോ 2 എന്താണ്, റേഡിയസ് ആണ്.
ഓക്കെ. അപ്പോൾ നമ്മൾ മോഡ് സെഡ് മൈനസ് സെഡ് സോറി എ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ് സെൻറ്റർ പോയിന്റ് ആയിട്ട് എ എടുക്കുകയാണെങ്കിൽ മോഡ് സെഡ് മൈനസ് എ ലെസ് ദാൻ റോ ടു പറഞ്ഞാൽ എന്താണ്, റോ ടു റേഡിയസ് വരുന്ന ഒരു സർക്കിളിൻ്റെ ഇൻറ്റീരിയർ പോയിന്റ് ആണ്. റോ വൺ ലെസ് ദാൻ മോഡ് സെഡ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ എക്സ്റ്റീരിയർ പോയിന്റ് ആണ്. ഓക്കെ. ഈസ് ദി സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഇസെറ്റ് ഹൂസ് ഡിസ്റ്റൻസ് മോഡ് സെഡ് മൈനസ് എ ഫ്രം എ ഈസ് ഗ്രേറ്റർ ദാൻ റോ വൺ ബട്ട് ലെസ് ദാൻ റോ ടു. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു രണ്ട് സർക്കിൾസിൻ്റെ ആ ഇടയിലുള്ള റീജിയൻ, അതായത് റോ ടു സെൻറ്റർ ആയിട്ട് വരുന്ന സർക്കിളാണ് ഇത് എങ്കിൽ റോ വൺ സെൻറ്റർ റോ ടു റേഡിയസ് ആയിട്ട് വരുന്ന സർക്കിളാണ് ഈ ഔട്ടർ സർക്കിൾ. ഇന്നർ സർക്കിൾ എന്താണ്, റോ വൺ റേഡിയസ് ആയിട്ട് വരുന്നത്. രണ്ടിൻ്റെയും സെൻറ്റർ എന്താണ്, എ ആണ്. സോ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ ആണ് എന്ത്, റോ വൺ ലെസ് ദാൻ മോഡ് സെഡ് മൈനസ് എ ലെസ് ദാൻ റോ ടു. അതെന്താണ്, ഓപ്പൺ ആനുലസ് ആണ്. ഓക്കെ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്ന റീജിയൻ. ദെൻ ക്ലോസ്ഡ് ആനുലസ്. എന്താണ് ക്ലോസ്ഡ് ആനുലസ്? റോ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെഡ് മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ ടു. എന്താണ്, ആ രണ്ട് സർക്കിളിലെയും പോയിന്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ക്ലോസ്ഡ് ആനുലസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ദ ടു സർക്കിൾ ഇൻക്ലൂഡ് ചെയ്തൊക്കെ സർക്കിൾ മോഡ് സെഡ് മൈനസ് എ ഈക്വൽ ടു റോ വൺ ആൻഡ് മോഡ് സെഡ് മൈനസ് എ ഈക്വൽ ടു റോ ടു. ഓക്കെ. ദെൻ ഇൻറ്റീരിയർ പോയിന്റ്. ഇൻറ്റീരിയർ പോയിന്റ് ആണ് എന്താണ്, ആ സർക്കിളിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റും. എക്സ്റ്റീരിയർ പോയിന്റ് ആണെങ്കിൽ അതിൻ്റെ പുറത്തുള്ള എല്ലാ പോയിന്റ്സ് ആണ് വരിക. A point Z0 is said to be an interior point of a set S if there is some neighborhood of Z0 that contain only the point of S. ആ എസ്സിലെ പോയിന്റ്സുകൾ മാത്രമേ അതിൻ്റെ നെയ്ബർഹുഡിലുള്ളൂ എങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും, ഇൻറ്റീരിയർ പോയിന്റ് വിളിക്കും. സപ്പോസ് ഇൻസൈഡുള്ള ഔട്ട്സൈഡ് പോയിന്റ്സ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, എക്സ്റ്റീരിയർ പോയിന്റ് എന്ന് വിളിക്കും. ഓക്കെ. ദെൻ ബൗണ്ടറി പോയിന്റ്. If Z0 is neither an interior point nor an exterior point is called a boundary point of S. ആ സെറ്റിൻ്റെ ഇൻറ്റീരിയർ പോയിന്റും അല്ല എക്സ്റ്റീരിയർ പോയിന്റും അല്ല എങ്കിൽ നമ്മൾ എന്ത് വിളിക്കാൻ, ബൗണ്ടറി പോയിന്റ് എന്ന് വിളിക്കും. ദാറ്റ് ഈസ് എ ബൗണ്ടറി പോയിന്റ് ഈസ് എ പോയിന്റ് ഓൾ ഹൂസ് നെയ്ബർഹുഡ് കണ്ടെയ്ൻസ് പോയിന്റ്സ് ഇൻ എസ് ആൻഡ് പോയിന്റ്സ് നോട്ട് ഇൻ എസ്. ദ ടോട്ടാലിറ്റി ഓഫ് ഓൾ ബൗണ്ടറി പോയിന്റ് ഈസ് കാൾഡ് ബൗണ്ടറി ഓഫ് എസ്. അങ്ങനെയുള്ള എല്ലാ ബൗണ്ടറി പോയിന്റ്സിൻ്റെയും കൂടി സെറ്റിനെ വിളിക്കുന്നതാണ് ആ സെറ്റ് എസിൻ്റെ ബൗണ്ടറി എന്ന് നമ്മൾ വിളിക്കാം. ഓക്കെ. ദ നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് ആണ്. The circle mod z equal to 1 is the boundary of each of the set mod z less than 1 and mod z less than or equal to 1. The next ആണ് ഓപ്പൺ സെറ്റ്, ക്ലോസ്ഡ് സെറ്റ്. എന്താണ് ഓപ്പൺ സെറ്റ്, എന്താണ് ക്ലോസ്ഡ് സെറ്റ്? എ സെറ്റ് ഈസ് ഓപ്പൺ ഇഫ് ഇറ്റ് കണ്ടെയ്ൻ നൺ ഓഫ് ഇറ്റ്സ് ബൗണ്ടറി പോയിന്റ്സ്. അതായത് അതിൻ്റെ ബൗണ്ടറി പോയിന്റ്സ് അല്ലാത്ത എല്ലാ ഇൻറ്റീരിയർ പോയിന്റ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഓപ്പൺ സെറ്റ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് എ സെറ്റ് ഈസ് ഓപ്പൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് പോയിന്റ്സ് ഈസ് ആൻ ഇൻറ്റീരിയർ പോയിന്റ്. ഇൻറ്റീരിയർ പോയിന്റ് മാത്രമേ, അതായത് അതിൻ്റെ ബൗണ്ടറി പോയിന്റ് വരാൻ പാടില്ല. ഇനി ക്ലോസ്ഡ് സെറ്റ് എന്താണ്? ക്ലോസ്ഡ് സെറ്റിൽ അതിൻ്റെ ബൗണ്ടറി പോയിന്റും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. എ സെറ്റ് ഈസ് ക്ലോസ്ഡ് ഇഫ് ഇറ്റ് കണ്ടെയ്ൻ ഓൾ ഓഫ് ഇറ്റ്സ് ബൗണ്ടറി പോയിന്റ്സ്. എല്ലാ ബൗണ്ടറി പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് ക്ലോസ്ഡ് സെറ്റ് എന്ന് വിളിക്കും. നെക്സ്റ്റ് ആണ് ക്ലോഷർ. ഒരു സെറ്റിൻ്റെ ക്ലോഷർ എന്താണ്? ആൻഡ് ദ ക്ലോഷർ സെറ്റ് എസ് ബാർ നമ്മൾ ഡിനോട്ട് ചെയ്യുക എസിൻ്റെ മുകളിൽ ഒരു ലൈൻ, അതായത് എസ് ബാർ is of a set S is the closed set consisting of all points in S together with the boundary. ആ സെറ്റ് എസിലെ എല്ലാ പോയിന്റ്സും അതുപോലെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ബൗണ്ടറി പോയിന്റും കൂടി കൂടുമ്പോൾ ആ സെറ്റ് നമ്മൾ വിളിക്കുന്നവരാണ് ക്ലോഷർ ഓഫ് ദാറ്റ് സെറ്റ് എന്ന് വിളിക്കാം. ഓക്കെ. അതിന് എക്സാമ്പിൾ നോക്കാം. ദ ഡിസ്ക് മോഡ് സെറ്റ് ലെസ് ദാൻ 1 ഈസ് ആൻ ഓപ്പൺ ആൻഡ് മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഈസ് എ ക്ലോസ്ഡ്. ദെൻ ദി ആനുലാർ ഡിസ്ക് അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഈസ് നെയ്തർ ഓപ്പൺ നോർ ക്ലോസ്ഡ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണ് കണക്റ്റഡ് സെറ്റ്. നമ്മൾ രണ്ട് സെറ്റ് നമ്മൾ കണക്റ്റഡ് ആണ് നമ്മൾ പറയാൻ പറ്റുക, അത് നമ്മൾ റിലേഷൻ ആയിരിക്കണം അല്ലേ. ആൻ ഓപ്പൺ സെറ്റ് എസ് ഈസ് കണക്റ്റഡ് ഇഫ് ഈച്ച് പെയർസ് ഓഫ് പോയിന്റ് Z1 ആൻഡ് Z2 ഇൻ ദ ഇറ്റ് ക്യാൻ ബി ജോയിൻഡ് ബൈ എ polygonal path consisting of all finite number of line segments joined end to end which is lie entirely in set S. ആ സെറ്റ് എസിൽ രണ്ട് പോയിന്റ്സ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് സെറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻറ്റ് ചെയ്യാൻ പറ്റണം. അതായത് ലൈൻ വരച്ചിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ജോയിൻറ്റ് ചെയ്യുമ്പം ആ സെറ്റിൻ്റെ എസിൻ്റെ പുറത്തുനിന്നുള്ള പോയിന്റ് വരാതെ എല്ലാം അതിനുള്ളിലുള്ള എല്ലാ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് അതിന് എല്ലാ പോയിന്റ് അല്ല അതിനുള്ളിലുള്ള പോയിന്റ്സ് മാത്രം ഉപയോഗിച്ച് ആ രണ്ട് പോയിന്റുകളും Z1 Z2 നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മൾ കണക്റ്റഡ് സെറ്റ് എന്ന് വിളിക്കും. അതിന് എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിട്ടുള്ള ഫിഗർ. ഇതാണ് നമ്മുടെ സെറ്റ് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ. ഈ Z1 Z2 നമുക്ക് കണക്ട് ചെയ്യാം, ഇങ്ങനെ കണക്ട് ചെയ്യാം. പക്ഷേ അതിലെന്താണ് ഔട്ട്സൈഡ് എക്സ്റ്റീരിയർ പോയിന്റ് വരാം. പക്ഷേ അത് പറ്റില്ല. ഇൻസൈഡ് പോയിന്റ്സ് മാത്രം എങ്ങനെ എടുക്കുക, ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക, ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക, ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക. അപ്പോൾ നമ്മളെന്താണ് ആ റീജിയൻ്റെ ഉള്ളിലുള്ള പോയിന്റ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എന്താണ് അത് കണക്റ്റ് ആണ്. The open set mod Z less than 1 is connected. The annulus 1 less than mod Z less than 2 is open and also connected. ഇനി എന്താണ് ഡൊമെയിൻ? ഓക്കെ. ഒരു കോംപ്ലക്സ് പ്ലെയിനിലെ ഡൊമെയിൻ എന്നാൽ എന്താണ്? ആൻ ഓപ്പൺ സെറ്റ് ദാറ്റ് ഈസ് കണക്റ്റഡ് ഈസ് കാൾഡ് എ ഡൊമെയിൻ. സാധാരണ നമ്മുടെ സെറ്റിലെ ഡൊമെയിൻ അല്ല ഇവിടുത്തെ ഡൊമെയിൻ. ഒരു ഓപ്പൺ സെറ്റ് എന്താണ് കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, കോംപ്ലക്സ് പ്ലെയിനിൽ അത് ഡൊമെയിൻ ആണെന്ന് വിളിക്കാം. ഓക്കെ. അപ്പോൾ ഒരു സെറ്റിനെയാണ് നമ്മളിവിടെ ഡൊമെയിൻ എന്ന് വിളിക്കുന്നത്. ആ ഡൊമെയിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം,
ഓപ്പൺ ആയിരിക്കണം. സോ ആ സെറ്റിൻ്റെ പ്രത്യേകത ആയിരിക്കണം ഓപ്പൺ ആയിരിക്കണം, അതുപോലെ തന്നെ അത് കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ എന്താണ് ഓപ്പൺ സെറ്റ്, എന്താണ് കണക്റ്റഡ് സെറ്റ്? ഓക്കെ, അത് രണ്ടും കൂടി കൂടുമ്പോഴാണ് അത് ഡൊമൈൻ ആയിട്ട് മാറുക. ദെൻ റീജിയൻ, എ ഡൊമൈൻ ടുഗദർ വിത്ത് സം നൺ ഓഫ് ഓൾ ഇറ്റ്സ് ബൗണ്ടറി പോയിന്റ് ഈസ് റെഫേർഡ് ടു ആസ് റീജിയൻ. ഓക്കെ, ആ ഡൊമൈൻ്റെ കൂടെ എന്ത് ചെയ്യുക, കുറച്ച് പോയിന്റ് അല്ലെങ്കിൽ എല്ലാ പോയിന്റ്സും അല്ലെങ്കിൽ ഒരു പോയിന്റ് അല്ല ബൗണ്ടറി പോയിന്റ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് നമ്മൾ റീജിയൻ എന്ന് വിളിക്കും. ഇനി അക്യുമുലേഷൻ പോയിന്റ്, എ പോയിന്റ് Z0 is to be an accumulation point of a set S if each neighborhood of Z0 contain at least one point of S distinct from Z0. ആ Z0 അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് അതിൻ്റെ നെയ്ബർഹുഡിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, അക്യുമുലേഷൻ പോയിന്റ് എന്ന് വിളിക്കും. Thus a set is closed if and only if it contain all its accumulation point. അപ്പോൾ ഒരു സെറ്റ് ക്ലോസ്ഡ് ആവാനുള്ള പ്രത്യേകത എന്താണ്, അതിൻ്റെ ഇൻറ്റീരിയർ പോയിന്റും അതുപോലെ തന്നെ ബൗണ്ടറി പോയിന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിന് ക്ലോസ്ഡ് ആവാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും, ആ സെറ്റിലെ എല്ലാ പോയിന്റ്സിനും അക്യുമുലേഷൻ പോയിന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അക്യുമുലേഷൻ പോയിന്റ് ആണ് എന്താണ്, ഒരു പോയിന്റിന്റെ അക്യുമുലേഷൻ പോയിന്റ് ആണ്. അതിന് നെയ്ബർഹുഡ് എടുക്കുകയാണെങ്കിൽ ആ സെറ്റ് എസിലെ വേറൊരു പോയിന്റ് എക്സ്ട്രാ Z0 എന്ന പോയിന്റ് എടുക്കുന്നെങ്കിൽ അതിന് പുറമെ വേറൊരു പോയിന്റ് ആ സെറ്റിൽ എസിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം ആ നെയ്ബർഹുഡിൽ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഒറിജിൻ ഈസ് ദി ഓൺലി അക്യുമുലേഷൻ പോയിന്റ് ഓഫ് ദി സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ദി പോയിന്റ് Z equal to I/A. ഓക്കെ, ഈ സെറ്റ് Z equal to I/A എന്ന സെറ്റിലെ പോയിന്റ്സുകളിൽ അതിൽ ആകെ അക്യുമുലേഷൻ പോയിന്റ് ആണ് 0 ആണ്, ഒറിജിൻ ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ഒരു നോട്ടാണ്. ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ടു ഇൻക്ലൂഡ് വിത്ത് ദി കോംപ്ലക്സ് പ്ലെയിൻ ദ പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി ഡിനോട്ടഡ് ബൈ ഇൻഫിനിറ്റി. കോംപ്ലക്സ് പ്ലെയിൻ ടുഗദർ വിത്ത് ദി പോയിന്റ് ഈസ് കാൾഡ് ദി എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഒരു കോംപ്ലക്സ് പ്ലെയിനിലെ ഇൻഫിനിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുക സാധാരണ നമ്മൾ സെറ്റിൽ കാണിക്കുന്ന പോലെ ഇൻഫിനിറ്റി തന്നെയാണ്. അതുപോലെ കോംപ്ലക്സ് പ്ലെയിനിൽ ഇൻഫിനിറ്റി ടുഗദർ വിത്ത് ദി പോയിന്റ്, ആ ഇൻഫിനിറ്റിയും കൂടി കൂടുകയാണെങ്കിൽ നമ്മൾ തന്നെ എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിനാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഹാഫ് പ്ലെയിൻസ് ആണ് വരുന്നത്. അതായത് ലോവർ ഹാഫ് പ്ലെയിൻ, അപ്പർ ഹാഫ് പ്ലെയിൻ, ലെഫ്റ്റ് റൈറ്റ്, അങ്ങനത്തെ കുറച്ച് ഹാഫ് പ്ലെയിൻ ആണ് നമുക്ക് വരുന്നത്. അത് ശ്രദ്ധിക്കുക. ബൈ ദി ഓപ്പൺ അപ്പർ ഹാഫ് പ്ലെയിൻ വി മീൻസ് ദി സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് Z equal to X plus IY such that Y greater than 0. അതായത് ഇമേജിനറി പാർട്ട് എന്തായിരിക്കണം, പോസിറ്റീവ് ആണ് എങ്കിൽ അത് നമ്മൾ അപ്പർ ഹാഫ് പ്ലെയിൻ എന്ന് വിളിക്കും. ഡിനോട്ടഡ് ബൈ ഇമാജിനറി ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ 0. ബൈ ആൻഡ് ദ ഓപ്പൺ ലോവർ ഹാഫ് പ്ലെയിൻ്റെ പ്രത്യേകത എന്താണ്, വിച്ച് മീൻസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ് Z equal to X plus IY. അതായത് ആ ഇമാജിനറി പാർട്ട് എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. സോ ദാറ്റ് Y ലെസ് ദാൻ 0, ദാറ്റ് ഈസ് ഇമാജിനറി ഓഫ് Z ലെസ് ദാൻ 0 വരും. ഇനി റൈറ്റ് ഹാഫ് പ്ലെയിൻ, റൈറ്റ് ഹാഫ് പ്ലെയിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം, അതിൻ്റെ റിയൽ പാർട്ട് എക്സ് എന്തായിരിക്കണം, ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കണം. ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം, എക്സ് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കണം. By the open right half plane, we means the set of all points Z equal to X plus IY such that X greater than 0 denoted by real of Z greater than 0. അതുപോലെ ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ ആകുമ്പോൾ എന്താണ്, എക്സ് ലെസ് ദാൻ സീറോസിൻ്റെ സെറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് റിയൽ ഓഫ് Z നെഗറ്റീവ് ആവുന്ന കേസ്. അതിൻ്റെ ഫിഗേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെന്താണ്, ലോവർ ഹാഫ് പ്ലെയിൻ ആണ്. ഇത് നമ്മളുടെ -1 എന്ന റീജിയൻ്റെ ഉള്ളിൽ വരുന്ന റിയൽ പാർട്ട് ആണിത്. റിയൽ ഓഫ് Z എന്താണ്, -1 1 ഉള്ളിൽ വരിക. ഇത് ഇപ്പോൾ ലോവർ ആണ്, അപ്പറാണ് അതിന് മുകളിലേക്ക് വരും. ലെഫ്റ്റ് ആകുമ്പോൾ എന്താണ്, നമുക്ക് ഈ ഭാഗം എടുക്കാം, റൈറ്റ് ആകുമ്പോൾ ഈ ഭാഗം എടുക്കാം. ഇനി മോഡ് Z ഗ്രേറ്റർ ദാൻ 1 എന്നാൽ എന്താണ്, നമ്മുടെ യൂണിറ്റ് സർക്കിളിൻ്റെ പുറത്തേക്കുള്ള റീജിയൻ, അതാണ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ, എക്സ്റ്റീരിയർ ഓഫ് ദ യൂണിറ്റ് സർക്കിൾ. ഇതെന്താണ്, ഒരു ആനുലാർ സർക്കിൾ ആയിരിക്കും. അതായത് 1 ലെസ് ദാൻ മോഡ് Z ലെസ് ദാൻ 2. അതായത് മോഡ് Z ഈക്വൽ ടു 1 മോഡ് Z ഈക്വൽ ടു 2 ആണ് ഇട്ടുള്ളത്. രണ്ട് സർക്കിളിൻ്റെ ആ ബൗണ്ടറി പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാതെ അതിൻ്റെ ഇൻറ്റീരിയർ പോയിന്റ്സുകൾ നമ്മൾ എടുക്കുന്നതാണ്. സർക്കുലർ റിംഗ് ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുറേ ബേസിക് സംഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഡെഫിനിഷൻസും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയും കൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞാൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ.